ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോയിൽസ്, വിവിധ തരം മണ്ണുകൾ. ഒന്ന്, എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. നദീതടങ്ങളിൽ രൂപപ്പെടുന്ന പഴക്കം ചെന്ന എക്കൽ മണ്ണ് ഏതാണ്? ഭംഗർ ആണ് നദീതടങ്ങളിൽ രൂപപ്പെടുന്ന പഴക്കം ചെന്ന എക്കൽ മണ്ണ്. നദീതടങ്ങളിൽ രൂപപ്പെടുന്ന പുതിയ എക്കൽ മണ്ണ് ഏതാണ്? ഖാദർ ആണ് നദീതടങ്ങളിൽ രൂപപ്പെടുന്ന പുതിയ എക്കൽ മണ്ണ്. 2, ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്ന മണ്ണിനം. വെട്ടുകല്ല് മണ്ണ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് വെട്ടുകല്ല് മണ്ണ് എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. 3, കരിമണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കരിമണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം. ആഗ്നേയശിലയായ ബസാൾട്ടിന് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണേതാണ്? കരിമണ്ണാണ് ആഗ്നേയശിലയായ ബസാൾട്ടിന് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണ്. റിഗർ മണ്ണ്, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? കരിമണ്ണാണ് റിഗർ മണ്ണ്, ചെർണോസം എന്നീ പേരുകളിലും അറിയപ്പെടുന്ന മണ്ണിനം. 4, ചുവന്ന മണ്ണ്. ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചുവന്ന മണ്ണാണ് ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. കായാന്തരിത ശിലകൾ പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? ചുവന്ന മണ്ണാണ് കായാന്തരിത ശിലകൾ പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനം. മാൾവ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നീ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചുവന്ന മണ്ണാണ് മാൾവ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നീ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം.